ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വനിതാ PG ഡോക്ടറെ അപായപ്പെടുത്താൻ ശ്രമം നടന്നു. ജോലി കഴിഞ്ഞ ഹോസ്റ്റലിലേക്ക് മടങ്ങുമ്പോൾ കാറിൽ വന്ന സംഘം വണ്ടിയിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു എന്നാണ് പരാതി. മിഥില ബാലൻ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. മിഥില, ഗുഡ് മോർണിംഗ്. എന്താണിത്? കോഴിക്കോടൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഈ ഒരു സംഭവം ഉണ്ടായത് 4-ാം തീയതിയാണ്. 4-ാം തീയതി രാത്രിയാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്നു ഈ വനിതാ PG ഡോക്ടർ. അവരുടെ പരാതിയിൽ പറയുന്നത് ഈ ഒരു സമയത്ത് കാറിൽ ഒരു സംഘം പിന്തുടർന്നു, കാറിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു എന്നാണ്. പെൺകുട്ടിയുടെ പരാതി, അതായത് PG അസോസിയേഷനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകിയിട്ടുള്ളത്. പ്രിൻസിപ്പൽ ഈ പരാതി ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. എനിക്കൊപ്പം PG അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അർജുൻ രാജീവ് ചേരുന്നുണ്ട്. എന്താണ് അർജുൻ സംഭവിച്ചത്? അത് ആക്ച്വലി നൈറ്റ് കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു PG ഡോക്ടറാണ്. അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് പോവുമായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മുടെ ക്യാമ്പസിനുള്ളിലൂടെ തന്നെ ന്യൂ PG ഹോസ്റ്റലാണ് അവരുടെ താമസം. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയായിരുന്നു കുറച്ച് പേര് കാറിൽ ഫോളോ ചെയ്ത് കാറിലേക്ക് കയറുന്നുള്ള രീതിയിൽ പല മിസ്ബിഹേവ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അപ്പം അവരതിൽ ഭയങ്കര രീതിയിൽ പേടിച്ചു. അപ്പം തൊട്ടടുത്തായിരുന്നു ഹോസ്റ്റലായതുകൊണ്ട് അവർ പെട്ടെന്ന് അങ്ങോട്ട് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് അങ്ങോട്ട് കാറിന്റെ നമ്പറോ ഇല്ലേ ആൾക്കാർ ആരാന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം പെട്ടെന്ന് അവരങ്ങോട്ട് കയറി. അതിനുശേഷമാണ് അവർ നമ്മളെ ഇത് വിളിച്ചറിയിക്കുകയും നമ്മൾ PG അസോസിയേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ അപ്പം തന്നെ രാത്രി തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സജിത് സാറിനെ വിളിച്ചു പറഞ്ഞതിന് ശേഷം സജിത് സാർ അതിന് വേണ്ട നടപടികൾ എടുക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഇന്നലെ ഞങ്ങൾ ഒരു കംപ്ലൈന്റ് ആയിട്ട് തന്നെ ലോഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് അവിടെ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു സംഭവങ്ങളാണ്. കാരണം പ്രോപ്പറായിട്ടുള്ള ആ വഴിയിലൊന്നും പ്രോപ്പറായിട്ടുള്ള ലൈറ്റിങ്ങോ സെക്യൂരിറ്റി മെഷേഴ്സോ ഒന്നുമില്ല. അവിടെ CCTV ക്യാമറകളോ ഇതൊന്നും അന്വേഷിക്കാനായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നുമില്ല. ആ ക്യാമ്പസിന് ചുറ്റും അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുള്ള ഏരിയാസ് ഉണ്ട്. അപ്പം അതിനുവേണ്ടി ഞങ്ങളൊരു ലെറ്റർ ഫോമുലേറ്റ് ചെയ്ത് ഇതിനു മുമ്പും കൊടുത്താണ്. ഇപ്പോൾ ഇന്നലെയും കൂടി ഒരു ലെറ്റർ ഫോമുലേറ്റ് ചെയ്ത് ഒരു ഒഫീഷ്യലായിട്ടുള്ള കംപ്ലൈന്റ് ലോഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നടപടികൾ എന്താണെന്ന് ആലോചിക്കാൻ വേണ്ടി ഇന്നൊരു മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടി കൂട്ടി വിളിച്ച് പ്രിൻസിപ്പൾ അതൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. എത്ര മണിക്കാണ് മീറ്റിംഗ് പറഞ്ഞത്? ഇന്ന് 3 മണിക്കാണ് മീറ്റിംഗ് വിളിച്ചേക്കുന്നത്. ആദ്യത്തെ സംഭവം ഇതിനു മുന്നും ഇത്തരത്തിൽ ആ ക്യാമ്പസിൽ സംഭവം ഉണ്ടായിട്ടുണ്ട്? ഇതിനു മുമ്പ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുമൊക്കെ നമ്മൾ ഇതുപോലെ കംപ്ലൈന്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടത്ര നടപടികൾ എടുത്തിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പം ഒന്നാമത് ഈ ക്യാമ്പസിന്റെ പല ഏരിയാസും ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയാസാണ്. അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാനോ അതിനായിട്ടുള്ള നടപടി ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അതിനും കൂടി വേണ്ടിയായിട്ടാണ് ഞങ്ങൾ പ്രിൻസിപ്പലിനുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ സാർ അതിനു വേണ്ട നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് SKN കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഇവർ പരാതി കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിൽ കൃത്യമായ ഒരു ലൈറ്റ് സംവിധാനമോ സെക്യൂരിറ്റി സംവിധാനമോ ഇല്ല. ഇത് നേരത്തെയും ഉയർന്ന പരാതിയാണ്. ഒരുപാട് തവണ വിദ്യാർത്ഥികൾ പരാതികൾ ഉന്നയിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഈ വിഷയം ചർച്ച ചെയ്യാൻ കൂടിയാണ് പ്രിൻസിപ്പൽ ഇന്നൊരു യോഗം വിളിച്ചിട്ടുള്ളത്. ഈ PG അസോസിയേഷൻ ഉൾപ്പെടെ അവിടുത്തെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഈ യോഗത്തിന്റെ ഭാഗമാകും. SKN. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ.